ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നവരല്ലേ? ഞാനും അങ്ങ് തിരക്കേടില്ലാണ്ട് പോകുന്നുണ്ട് മക്കളെ. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുവാവയുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ കുഞ്ഞുവാവ നിന്ന് കരയുന്നു. മറ്റൊന്നുമല്ല, പ്രായം കൂടി പോകുന്നതിൻ്റെ സങ്കടമാണ്. പക്ഷേ അതൊന്നും നമ്മൾ സമ്മതിച്ചില്ല. ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചു, മുറിക്കാൻ പറഞ്ഞു. മര്യാദയ്ക്ക് മുറിച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മുറിച്ചു. പിള്ളേരുടെ ആഗ്രഹമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു. പക്ഷേ കേക്ക് മുറിച്ചപ്പോൾ എൻ്റെ കയ്യിലിരുന്ന കുട്ടപ്പൻ ആകെ കച്ചറയായിരുന്നു കേട്ടോ. അവന് താഴെ ഇറങ്ങി ആ കേക്ക് മുഴുവൻ പിച്ച് ചീന്തണം. ഹാപ്പി ടു യു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും. അങ്ങനെ ഞാനൊരു ചെറിയ കഷ്ണം എടുത്ത് കുഞ്ഞുവാവയുടെ വായിൽ വെച്ച് കൊടുത്തു. കുഞ്ഞുവാവ അത് കഴിച്ചു. അത് കഴിഞ്ഞ് അവനത് കുഞ്ഞിന് കൊടുക്കാൻ നോക്കി. അവൻ വാങ്ങിച്ചല്ലേ? ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തരുമെന്നൊക്കെ ഓർത്ത് ഞാൻ പോയി നിന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ തന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുപോലെ ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു ഏട്ടൻ്റെയും ബർത്ത്ഡേ. അങ്ങനെ പിള്ളേരെല്ലാം സന്തോഷമായി ഹാപ്പിയായി കേട്ടോ. ഇവരൊക്കെ ഗിഫ്റ്റൊക്കെ കരുതിയായിരുന്നു കേട്ടോ. ഞാനൊന്നും കരുതിയൊന്നുമില്ല കേട്ടോ. പാവം, ഞാൻ എന്ത് കരുതാനല്ലേ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ആൻറ്റി അങ്കിളൊക്കെ ഉണ്ടായിരുന്നു, കസിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് കേക്കൊക്കെ മുറിച്ച് കഴിച്ച് അടിപൊളിയായിട്ട് അങ്ങ് പോയി. കുഞ്ഞുവാവയ്ക്ക് അങ്ങനെ ഇന്ന് ജന്മദിനവുമായി. കുഞ്ഞുവാവയ്ക്ക് ഒരു ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടാ. അപ്പം അക്കുച്ചേട്ടൻ്റെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ജിത്തൂട്ടിയുടെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അല്ലുച്ചേച്ചിയുടെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. മക്കളൊക്കെ വാരിക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. നമുക്കും ഒരു ബർത്ത്ഡേ ഉണ്ടടി, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തരുമോ എന്ന് ആർക്കറിയാം. അങ്ങനെ അപ്പോഴത്തേക്കും താഴെ നിൽക്കുന്ന കുട്ടപ്പന് കേക്ക് വേണം. അപ്പം കേക്ക് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഈ പരിസരത്ത് എന്ത് നടന്നാലും ഞങ്ങളറിയില്ല. അതാണ് ഞങ്ങളുടെ പ്രധാനം. അപ്പോൾ അത് അല്ലു ചേച്ചിയുടെ വക ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഹാപ്പിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ അയൽവാസി രഞ്ജിനി കുട്ടി. അതിൻ്റെ ഇടയ്ക്ക് അവൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ക്യാമറമാൻ പറപ്പിച്ചു ഓടിച്ചു. അപ്പോഴത്തേക്ക് ഓടിപ്പോവുക. അപ്പോൾ ഇതാണ് എൻ്റെ ആൻറ്റി അങ്കിളും എൻ്റെ പപ്പേൻ്റെ സിസ്റ്ററാണ്. അപ്പം ആൻറ്റി ഇവിടെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞുവാവയുടെ ബർത്ത്ഡേ ആണല്ലോ. അതുപോലെ നാളെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് ഈ വീട്ടിലെ കുഞ്ഞുവാവയുടെ ബർത്ത്ഡേ. അതായത് മെയ് 21 കേട്ടോ. അപ്പം മെയ് 11 ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു നമ്മുടെ അക്കുക്കുട്ടൻ്റെ. പക്ഷേ അതെനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതും ഇതിൻ്റെ കൂടെ ഇല്ല, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അതാ നമ്മുടെ രഞ്ജിനിക്കുട്ടി വന്നു. ഈ നെയ്ബർ എന്ന് പറയുന്നേക്കാളും കൂടുതൽ നമ്മുടെ ചേച്ചി എന്ന് പറയാം കേട്ടോ. എന്താ പറയുക, നല്ല തമാശയാണ്, അതുപോലെ തന്നെ നല്ല കാര്യഗൗരവമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ. അവൾ എന്നോട് ചോദിക്കാം, ഞാൻ വായിൽ വെച്ച് കേക്ക് കൊടുക്കുക കുടുംബമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഫോട്ടോ എടുത്തില്ല. അപ്പോൾ ക്യാമറമാൻ ഒന്നും കൂടി വിളിച്ചൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നോക്കി താഴെ നിന്നൊരു കുട്ടപ്പം നോക്കുക. അപ്പൻ എല്ലാവർക്കും കൊടുക്കുന്നു, എനിക്കൊരു കഷ്ണം തരാൻ വേണ്ടി തരുന്നില്ലല്ലോ, കർത്താവ് ഇത് എപ്പോഴാണ് കിട്ടുക എന്ന് പറഞ്ഞതേ നിൽക്കുന്നു. അപ്പോൾ ഇതാ ചീക്ക്, ദൈവമേ ഇവക്കും കൊടുക്കുവാണോ, എനിക്ക് കിട്ടുന്നില്ല, അതേ നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടോ, അതേ പോണു. അങ്ങനെ ചീക്കൂൻ്റെ വകയും കേക്ക് കിട്ടി കുഞ്ഞാവയ്ക്ക്. കുഞ്ഞാവ അതൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കുന്നു. സത്യത്തിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കേക്ക് മുഴുവൻ കഴിക്കുന്ന അങ്ങേരല്ലേ. അങ്ങനെ അടിപൊളി സെറ്റപ്പായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അല്ലൂട്ടൻ കേക്ക് കിട്ടിയില്ല. അല്ലൂട്ടൻ പെട്ടെന്ന് വിളിച്ച് അല്ലൂട്ടനും പോയി കേക്കൊക്കെ വാങ്ങിക്കഴിച്ച് ഹാപ്പിയായി. പക്ഷേ ഇതിലൊരു സങ്കടം പറഞ്ഞു വെച്ചാൽ നമ്മുടെ അല്ലൂട്ടൻ്റെ പപ്പയ്ക്ക് കേക്ക് കൊടുത്തു വിടാൻ പറ്റിയില്ല കേട്ടോ. അത് ഭയങ്കര വിഷമമായിപ്പോയി. ഞങ്ങളവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, പക്ഷേ എന്താ വെച്ചാൽ പുള്ളിക്ക് വരാൻ പറ്റില്ല, വയ്യാതിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് എല്ലാവരും ഉണ്ട്, ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കലക്കുന്നു. അപ്പം ഞങ്ങളൊക്കെ അടിച്ചങ്ങ് പൊളിച്ചു. അപ്പോൾ ബാക്കി നിങ്ങൾ ഷർട്ട് അങ്കിളുടെ വക ഷർട്ട്. അവൻ പുറത്ത് എഴുതിയതൊക്കെ നീ വായിച്ചാ? ഹാപ്പി ബർത്ത്ഡേ പപ്പ. ജിത്തുന്റെ ഗിഫ്റ്റ് അവന്റെ പെർഫ്യൂം. അക്കുച്ചേട്ടന്റെ എഴുതിയത് വായിച്ചോ? അത് തന്നെയാണ്. ഹാപ്പി ബർത്ത്ഡേ പപ്പ. എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസം എനിക്ക് പേഴ്സ് ഇല്ലെന്ന് ചോദിക്കോട്ടെ. അവന്റെ പേഴ്സ് ആട്ടോ. അക്കുവിന്റെ വക. അല്ലുവിന്റെ വായിക്ക്. Dear Papa, I am your angel.
I love you, wish you happy birthday, Papa. Love you, Papa. Alu. അത് മരുന്ന് ഗുളികയാണോ? അവളുടെ കിച്ചനാ. അടിപൊളി. എല്ലാം ഐഡിയ ഉണ്ട് കേട്ടോ. ഐഡിയ ഉണ്ട് എല്ലാത്തിനും. ആ നാളെ കുടിച്ചാൽ അങ്കിളുടെ ഷർട്ട്. അങ്ങനെ കുഞ്ഞു ഭാവിക്ക് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ഫോട്ടോ ഞാൻ എൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ കുഞ്ഞു ഭാവിക്ക് 33 വയസ്സായി മക്കളെ. ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.